ഈ ചെങ്ങന്നൂരെ പ്രളയകാലത്തെ അനുഭവമൊക്കെ അവരിപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുകയാണ്. അതൊരിക്കലും ചെങ്ങന്നൂരുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ രാജ്യത്ത് ഉള്ള മലയാളിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ MLA ആയി തൊട്ട് അടുത്ത മാസമാണ് ഈ സംഭവം നടക്കുന്നത്. പ്രളയം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പകച്ചുപോയി. കാരണം ഈ വെള്ളം സാധാരണ മഴ പെയ്യും, വെള്ളം ഒഴുകി വരും, അത് നമ്മുടെ മുറ്റത്തൂടൊക്കെ പോവും. പക്ഷേ ഇത് പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇത് അടിക്കടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മരണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ നിലവിളിക്കുന്ന ഭാഗം ഞാൻ മാത്രം പറയാം, ബാക്കി എൻ്റെ വിശദാംശങ്ങൾ പോകുന്നുണ്ട്. ഞാനൊരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, ഈ 28-ാം തീയതി പ്രകാശനമുണ്ട് ഈ പ്രളയത്തെ പറ്റി, പ്രളയാനുഭവങ്ങൾ. കാരണം അത് എഴുതണ്ടെന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പം ഞാൻ എഴുതണമെന്ന് തീരുമാനിച്ചത് എൻ്റെ കാലശേഷം എൻ്റെ തലമുറ അത് അറിയണം. കാരണം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഒരു 3 ആളുകളുടെ ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുവരിക. ഒരു പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും ഒരു കൊച്ചു മകൻ്റെയും ഡെഡ് ബോഡി കൊണ്ടുവരിക. 4ാമത്തെ ഒരു സ്ത്രീ അബോധാവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ അവർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ഈ ജനലേ കയറി ഇങ്ങനെ പിടിച്ചിട്ട് ഏറ്റവും മുകളിലത്തെ കമ്പിയിൽ അവർ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷർമാൻ മത്സ്യത്തൊഴിലാളികളാണ് അവർ ആ സമയത്ത് റെസ്ക്യൂവിന് പോകുന്നത്. അവർ നമ്മളിത് കിട്ടി, ഞാനപ്പം തന്നെ ഡയറക്ഷൻ കൊടുത്തു, ഇന്ന ഭാഗത്ത് ഇവർ ഒറ്റപ്പെട്ടിട്ടുണ്ട്, മംഗലം പ്രദേശത്താണ്, നിങ്ങൾ പോകണമെന്ന്. ഇവർ വള്ളത്തിൽ ഇവരവിടെ ചെന്നു. വള്ളത്തിൽ പറഞ്ഞാൽ നിലയില്ലാതെ വെള്ളത്തിൽ കൂടെയാണല്ലോ പോകുന്നത്, എല്ലായിടവും വെള്ളമാണ്. അപ്പോൾ ഇവരവിടെ ചെന്നിട്ട് തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ രക്ഷിച്ചു. അവരോട് ചോദിച്ചു അപ്പുറത്താലിലോട്ടെന്ന് ചോദിച്ചു, പറഞ്ഞു അവരെല്ലാം പോയെന്ന് പറഞ്ഞു. അവർ ചിലപ്പോൾ ബോധപൂർവ്വം പറഞ്ഞതല്ല, അവർ പറഞ്ഞു. പക്ഷേ ഇവർ തിരിച്ചു പോന്നപ്പോൾ നമുക്ക് വീണ്ടും ഇൻഫർമേഷൻ കിട്ടി, ഈ വീട്ടിൽ ഇവർ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഇവരോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ പോയതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. കാരണം ഈ റോഡും ഒന്നും അറിയത്തില്ലല്ലോ. നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കണം, ഏതെങ്കിലും ഒരു പള്ളിയുടെ കുരിശോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു പിന്നെ ഒരു ഉയരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇവർ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ 3 ആളും മരിച്ച് ഈ വീടിനകത്ത് ഒഴുകിക്കൊണ്ട് കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുക. ഈ സ്ത്രീ മരണത്തിലേക്ക് അടുത്തു. ഒരു അരമണിക്കൂറുടെ താമസം സ്ത്രീ മരിച്ചു പോയി. അപ്പോൾ ഇതെടുത്ത് അവിടുന്ന് പിന്നെ ഇവർ വെള്ളത്തെ കയറ്റി നേരെ ഈ ബോഡി കൊണ്ടുവന്നു നമ്മളെ നിൽക്കുന്ന താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അത് നമ്മൾ സാധാരണ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രയാസം എന്താ? അപ്പോൾ 24 ആൾ മരിച്ചു, 24 പേരുടെ ബോഡി, 24 മരണമായി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കൈവിട്ടു പോകും. കാരണം 1.25 ലക്ഷം ആളുകളെ ഫിഷർമാൻ രക്ഷപ്പെടുത്തി. ഇവരെല്ലാം ക്യാമ്പിൽ കിടക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം, അവർക്ക് മറ്റാവശ്യങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് മാത്രം പോരായിരുന്നു. കാരണം ഗവൺമെൻറ് എത്ര ഉണ്ടെന്ന് ചോദിക്കുന്ന അത്രയും തന്നെ ആളുകൾ പുറത്തൊറ്റപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ ഹെലികോപ്റ്റർ വേണം. ഹെലികോപ്റ്റർ വഴി നമുക്ക് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, മരുന്ന്, ഭക്ഷണം, ഇത് ആകാശം വഴി എത്തിച്ചേ പറ്റൂ. ആ വേദനയും ആണ് ആ പ്രതികരണത്തിലൂടെ. ആ സമയത്ത് പിന്നെ ജനപ്രതിനിധി ഒന്നും നോക്കാൻ പറ്റൂ നമുക്ക്? നമ്മൾ ലോകത്തോട് പറയും, എനിക്ക് ഹെലികോപ്റ്റർ തരാൻ പറഞ്ഞു. കാരണം ഹെലികോപ്റ്റർ ചോദിച്ചു തരുന്നില്ല. 15-ാം തീയതി ചോദിച്ചു, 16-ാം തീയതി ചോദിച്ചു, 17-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ പറയുന്നത് മഴയാണ്. ഞാൻ ഡൽഹിയിൽ ബഹുമാനെ പ്രധാനമന്ത്രിയുടെ ആഫീസ് വരെയായിട്ട് എനിക്കറിയാവുന്നവരെല്ലാം വിളിച്ച് ബന്ധപ്പെട്ടു, എല്ലാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. എല്ലാവരും പറഞ്ഞു ഇപ്പോൾ വരും എന്ന് പറഞ്ഞിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ചെയ്യാവുന്ന മുഴുവൻ കാര്യം അദ്ദേഹം നേരിട്ട് ചെയ്തു. ഇപ്പോൾ CMDRF അവരുടെ ടീമിനെ വിട്ടു, ഫിഷർമാൻ സൊസൈറ്റിയെ മൊത്തം അവർ ചെയ്തു. പിന്നെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരാവുന്നതിന് വന്നു. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു ലോകത്തോട് കാര്യം പറയുക, കാരണം കൈവിട്ടു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ശരത്തെ 4 ഹെലികോപ്റ്ററാണ്. തലേന്നത്തെ ആ ഒരു വല്ലാത്ത നിലവിളിയായിരുന്നു. അത് വിളിച്ചേ പറ്റൂ. ആ സമയത്തും സജി ചെറിയാനെന്ന് പറയുന്ന എൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കത്തില്ല. അതെൻ്റെ ഒരു സ്വഭാവം അങ്ങനെ. ആ സമയത്തൊന്നും എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ആ സമയത്ത് ജനങ്ങൾ അപകടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജനപ്രതിനിധിയായിട്ട് എന്നെ ജയിപ്പിച്ചവരെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തോ ജനപ്രതിനിധി. ആ സമയത്ത് അങ്ങനെ പറ്റത്തുള്ളൂ, വേറെ അന്നേരം മാർഗമൊന്നുമില്ല. അപ്പോൾ ടെലിവിഷൻകാരെ കണ്ടപ്പോൾ കാര്യം പറഞ്ഞു. ആ നിലവിളി ലോകം ഏറ്റെടുത്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഹെലികോപ്റ്റർ വന്ന് മാത്രമല്ല, ഈ ഹെലികോപ്റ്റർ കൊണ്ടുള്ള സാധനങ്ങളുണ്ട്. ഈ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ മരുന്ന്, വെള്ളം, പിന്നെ ബാക്കിയുള്ള നിങ്ങൾ മനസ്സിലായി 2 ലോഡ് ഫ്ലാസ്കാണ് വന്നത്. ചെങ്ങന്നൂരേക്ക് 2 വലിയ വണ്ടി ലോറിയില്ലേ, അത് ആന്ധ്രാപ്രദേശിൽ 2 ലോറിയാണ് ഫ്ലാസ്ക് കൊണ്ടുവന്നത്. എന്താ പിന്നെ അവിടെ നടന്നത്? കാരണം ഒരു തുണിക്ക് മറുതുണി ഇല്ലാതല്ലേ 1.25 ലക്ഷം ആൾ ക്യാമ്പിൽ കിടക്കുന്നത്. ഇവർ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഗവൺമെൻറ് മിഷനറി എല്ലാം നന്നായി സഹായിച്ചു എന്ന വസ്തുതയാണെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട സാഹചര്യത്തിൽ നമുക്ക് മരണം ഭയമായിപ്പോയി. ആ ഒരു പ്രതിസന്ധിയിൽ അത്
മാർഗമുള്ളായിരുന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ നമ്മളന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഗുണമുണ്ടായി.